الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരുടെ കൂടെ ഏറ്റവും അവസാനമായി പങ്കെടുത്ത യുദ്ധമാണ് തബൂക്ക്. തബൂക്കിലേക്കുള്ള യാത്ര അതികഠിനവും ഏറെ ദുഷ്കരവുമായിരുന്നു. മദീനയിൽ നിന്ന് 778 മൈലുകൾ അപ്പുറത്താണ് തബൂക്ക്. ഉഷ്ണകാലമാണ്, നല്ല ചൂടുള്ള സമയമാണ്. മദീനയിൽ ഈത്തപ്പഴം പഴുത്തു പാകമാകുന്ന സമയമാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നത്. ഖുർആൻ തബൂക്കിനെ പറ്റി പറഞ്ഞപ്പോ സാഅത്തുൽ ഉസ്റ, ഞെരുക്കത്തിന്റെ ഘട്ടം, ഞെരുക്കത്തിന്റെ സമയം എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. തബൂക്കിലേക്കുള്ള സൈന്യം അറിയപ്പെടുന്നത് ജയ്ഷുൽ ഉസ്റ എന്നാണ്, ഞെരുക്കത്തിന്റെ സൈന്യം എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ സ്വതക്കയുടെ കാര്യത്തിൽ നടത്തിയ മത്സരം നമ്മളെല്ലാവരും ഒരുപാട് കേട്ടതാണ്. ആ മത്സരം നടക്കുന്നത് ഈ യുദ്ധത്തിന്റെ മുന്നോടിയായിക്കൊണ്ടാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദാഹം സഹിക്കാൻ കഴിയാതെ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തെ അറുത്ത് അതിന്റെ ഉൾസഞ്ചി പിഴിഞ്ഞെടുത്ത വെള്ളം കൊണ്ട് ദാഹം ശമിപ്പിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഇത്രയും പറഞ്ഞത് തബൂക്കിന്റെ ആ ഒരു രംഗത്തിന്റെ തീവ്രത എത്രയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാനാണ്. ഈ രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നില്ല. മുനാഫിക്കുകളുടെ ഒരു പ്രത്യേകത അതാണ്, അവര് റിസ്ക് എടുക്കാൻ റെഡിയല്ല, ഭാരം ചുമക്കാൻ അവര് തയ്യാറാവൂല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഞെരുക്കത്തിന്റെ സമയങ്ങളിൽ ആരാണ് മുനാഫിക്ക്, ആരാണ് ശരിയായ ഈമാൻ ഉള്ളവനെന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെടും. മുനാഫിക്കുകൾ ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വന്നിട്ടില്ല. അവര് യുദ്ധത്തിന് പുറപ്പെട്ട ആൾക്കാരോട് പറഞ്ഞത്, ഖാലൂ ലാ തൻഫിറൂ ഫിൽ ഹർ, ഈ ചൂടുള്ള സമയത്ത്, ഈ ഉഷ്ണകാലത്ത്
നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടണ്ട, നിങ്ങൾ ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്നോളൂ എന്നാണ്. ആ മുനാഫിക്കീങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ അള്ളാഹു കൊടുക്കുന്ന ശക്തമായൊരു മറുപടി ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരോട് പ്രഖ്യാപിക്കാൻ പറയാൻ, കുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ. അള്ളാഹുന്റെ റസൂലേ, ചൂടുണ്ട്, ഉഷ്ണകാലാണെന്നൊക്കെ പറഞ്ഞിട്ട് യുദ്ധത്തിന് പോരാതെ മദീനയിൽ ഇരിക്കുന്ന മനുഷ്യന്മാരില്ലേ, അവരോട് പറയുക, നരകത്തിന്റെ ചൂട് ഈ ചൂടിനേക്കാളും കഠിനമാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ഓർമ്മപ്പെടുത്തൽ മുനാഫിക്കീങ്ങൾക്ക് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ആ താക്കീത് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ഓർക്കേണ്ട ഒരു അടിസ്ഥാന പാഠമാണ്. നരകത്തിന്റെ ചൂടിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ മടിയന്മാരാകണ്ട, അലസത കാണിക്കണ്ട, നിങ്ങൾ പണിയെടുത്തോളൂ എന്ന ഓർമ്മപ്പെടുത്തലാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്നത്. ഇത്തഖുന്നാർ വലൗ ബിശിക്കി തംറത്തിൻ, ഒരു കാരക്കച്ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണമെന്നാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഫഇല്ലം തജിദു, ഇനി നിങ്ങൾക്കൊരു കാരക്കച്ചീള് കിട്ടിയിട്ടില്ല എങ്കിൽ ഫബികലിമത്തിൻ തയ്യിബ, നല്ല വാക്ക് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. അപ്പൊ ഒരു നന്മയെയും ഒരു പുണ്യത്തെയും നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, സീരിയസ് ആയിട്ട് നമ്മൾ നരകശിക്ഷകളെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ നരകത്തെ പറ്റിയിട്ട് ഗൗരവത്തിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അമേരിക്ക ഇപ്പൊ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്, ലോസ് ആഞ്ചലസും കാലിഫോർണിയൊക്കെ കരിഞ്ഞമർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു, അതിന്റെ താഴെ നമ്മൾ കമന്റ് രേഖപ്പെടുത്തി, അത് നമ്മൾ നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക്, നമ്മുടെ സ്കൂളിലെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തു. ആ വീഡിയോ കണ്ടപ്പോ നമ്മൾ ആരെങ്കിലും നരകത്തെ പറ്റിയിട്ട് ആലോചിച്ചോ? നമ്മൾ ആരെങ്കിലും നരക ശിക്ഷയെ പറ്റിയിട്ട് ചിന്തിച്ചോ? വലിയ വലിയ കെട്ടിടങ്ങൾ, ഒരു മനുഷ്യന്റെ അധ്വാനം, അതൊക്കെ ഇങ്ങനെ ആ തീയിന്റെ മുമ്പിൽ കരിഞ്ഞില്ലാതാകുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റിയിട്ട് നമ്മൾ ഓർത്തോ? നമ്മളിങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് നിന്നിട്ടുണ്ട് ചില കെട്ടിടങ്ങളൊക്കെ തകരുന്നതും നശിക്കുന്നതൊക്കെ കണ്ടപ്പോൾ, ആ തീ ആളിപ്പടരുന്നത് കണ്ടപ്പോൾ. ഖുർആൻ പറഞ്ഞ എന്താണെന്നറിയോ? ഇന്നഹാ തർമി ബിശററിൻ കൽ ഖസ്ർ, കൊട്ടാര സമാനമായ വൻകിട കെട്ടിടങ്ങൾക്ക് തുല്യമായ തീപ്പൊരികളാണ് ആ നരകത്തിൽ നിന്ന് വീശുന്നത്. കഅന്നഹു ജിമാലത്തുൻ സുഫർ, ആ തീപ്പൊരികൾ നിങ്ങൾ കണ്ടാൽ അത് മഞ്ഞ വർണ്ണത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങളാണോ എന്ന് നിങ്ങൾക്ക് തോന്നുമെന്നാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാട്ടുതീ അത് അണക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വിജയിക്കുമോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം, എത്രത്തോളം വിജയിക്കുന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷെ അത് അണക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നരകത്തെ ആർക്കാണ് അണക്കാൻ കഴിയുക? നരകത്തെ ആർക്കാണ് കെടുത്തിക്കളയാൻ പറ്റുക? ഇവിടെ ആ തീ ആളിപ്പടർന്ന ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യന്മാര് താമസം മാറി പോവാൻ, അവര് വേറെ ഇടങ്ങളിലേക്ക്, സുരക്ഷിതമായ ഭാഗങ്ങളിലേക്ക് നീങ്ങി പോകാൻ. നമ്മൾ ചോദിക്കേണ്ടത്, നരകത്തിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് താമസം മാറുക? നമ്മളെങ്ങാനും നരകത്തിലെത്തിയാൽ അവിടെ നിന്ന് നമുക്ക് എങ്ങോട്ടാണ് താമസം മാറാൻ പറ്റുക? ഇപ്പൊ ഒരു 10-20 ആൾക്കാര് ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. മരിച്ചതോടുകൂടി പിന്നെ ദുനിയാവിൽ ഈ കാട്ടുതീന്റെ ശിക്ഷ അവർ അനുഭവിക്കുന്നില്ല. നരകത്തിൽ മനുഷ്യന്മാർ മരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നരകത്തിലെത്തിയ ഒരു മനുഷ്യൻ മരിക്കുന്നുണ്ടോ? സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ, അവിടെ നിങ്ങൾ ജീവിക്കുന്നില്ല മരിക്കുന്നില്ല എന്നാ പറഞ്ഞത്. അതെന്തൊരു അവസ്ഥയാണ്! അവിടെ നിങ്ങൾക്ക് ജീവിതം ഉണ്ടോ? ജീവിതമില്ല. മരണം ഉണ്ടോ? മരണമില്ല. നരകക്കാര് കൊതിക്കും, ഞങ്ങളൊന്നും മരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ, അള്ളാഹു ഞങ്ങൾക്കൊന്നും മരണം വിധിച്ചിരുന്നുവെങ്കിൽ. നരകത്തിന്റെ കാവൽക്കാരനോട്, മാലിക്കിനോട് നരകക്കാര് കേണപേക്ഷിക്കുന്നുണ്ട്, അവർ കെഞ്ചി നോക്കുന്നുണ്ട്. വനാദൗ യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക്, മാലിക് നീ ഒന്ന് പറ, നിന്റെ റബ്ബിനോട് ഞങ്ങൾക്കിടയിൽ ഒരു വിധി കൽപ്പിക്കാൻ, ഞങ്ങളെ ഒന്ന് മരിപ്പിക്കുവാൻ നീ ഒന്ന് പറ എന്ന് നരകത്തിന്റെ കാവൽക്കാരനോട് നരകക്കാര് സംസാരിക്കുന്നത് സൂറത്ത് സുഹ്റുഫിന്റെ 77-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ആ നരകം നമുക്ക് സഹിക്കാൻ കഴിയുമോ? നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് തൗഹീദ് ഉണ്ട്, അതുകൊണ്ട് കാലാകാലം ഒന്നും നരകത്ത് കിടക്കേണ്ടി വരൂല. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്, അതിനുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ
നമ്മൾ വീണ്ടും സ്വർഗത്തിൽ എത്തുമല്ലോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമല്ലോ. തൗഹീദ് ഉണ്ടായതുകൊണ്ട് കാലാകാലം നരകത്തിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ലല്ലോ എന്നാണ്. കാലാകാലം പോയിട്ട് കുറച്ച് നേരത്തിനെങ്കിലും നരകം സഹിക്കാൻ, പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റുമോ നമ്മൾ ചിന്തിക്കുക. ദുനിയാവിന്റെ തീയിനേക്കാളും 69 ഇരട്ടി ചൂടുണ്ട് നരകത്തിന്റെ തീയിന് എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നരകത്തിന്റെ തീയിന്റെ കാഠിന്യം ബോധ്യപ്പെടാൻ ഒരു ഹദീസ് കൂടി ഞാൻ ഓർമ്മപ്പെടുത്താം. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ കാനൽ ഹർറു, നല്ല ചൂടുള്ള സമയമാണെങ്കിൽ ഫഅബ്രിദു അനിസ് സ്വലാത്ത്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നിസ്കാരത്തെ ഒന്ന് പിന്തിപ്പിക്കുക. ളുഹർ നിസ്കാരത്തെ പറ്റിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. കഠിനമായ ചൂടുണ്ട്, പള്ളിയിലേക്ക് വരാൻ എടങ്ങറാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ളുഹർ നിസ്കാരം ഒന്ന് ചൂടാറുവാൻ കാത്തു നിൽക്കുക, ഒന്ന് പിന്തിപ്പിച്ചുകൊള്ളുക. എന്നിട്ട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, തീർച്ചയായും നിങ്ങൾ അനുഭവിക്കുന്ന കഠിനമായ ചൂടില്ലേ, അത് നരകത്തിന്റെ ജ്വാലയിൽപ്പെട്ടതാണ്, അത് നരകത്തിന്റെ ചൂടിൽ നിന്നുള്ള ചൂടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഇത് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നരകത്തിന് 2 നിശ്വാസങ്ങൾക്ക് അള്ളാഹു അനുവാദം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഉഷ്ണകാലത്താണ്, മറ്റേത് ശൈത്യകാലത്താണ്. ഉഷ്ണകാലത്ത് നിങ്ങൾ അനുഭവിക്കുന്ന കഠിനമായ ചൂട് അത് നരകത്തിന്റെ നിശ്വാസമാണ്. ശൈത്യകാലത്ത് നിങ്ങൾ അനുഭവിക്കുന്ന അസഹ്യമായ തണുപ്പ് അത് നരകത്തിന്റെ നിശ്വാസമാണ് എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നല്ല ചൂടുള്ള സമയത്ത് നിങ്ങൾ പള്ളിയിലേക്ക് വരണ്ട, ചൂടൊന്ന് ആറിയതിനു ശേഷം നിങ്ങൾ നിസ്കാരം പിന്തിപ്പിച്ചു കൊള്ളുക, ചൂടാറിയതിനു ശേഷം വന്നാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ ദീൻ എത്ര എളുപ്പമാണ് നമ്മൾ ചിന്തിക്കുക. മനുഷ്യന്മാർക്ക് ഇടങ്ങറാക്കാനും ഓരോ ആകെ ഞെരുക്കത്തിലണ്ട് പ്രയാസപ്പെടുത്താനും അല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. എളുപ്പമാണ് അള്ളാഹുവിന്റെ ദീൻ. മാത്രല്ല, നല്ല ചൂടുള്ള സമയത്ത് ഒരാള് നിസ്കരിക്കാൻ വന്നാൽ അത് അയാളുടെ നിസ്കാരത്തെ കൂടി ബാധിക്കുന്ന ഒരു സംഗതിയാണ്, അയാളുടെ ഖുശൂഇനെ കൂടി ബാധിക്കും. അപ്പൊ ഖുശൂ എന്നത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്ന് കൂടി നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കുക. നിസ്കരിക്കാൻ നമുക്ക് പല ചിന്തകളാണ്. ഖുശൂ എന്നുള്ള നിസ്കാരത്തിന്റെ റൂഹാണ്, നിസ്കാരത്തിന്റെ ആത്മാവാണ്. നിസ്കരിക്കാൻ നിന്നാല് വേറെ പല കാര്യങ്ങളും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹുവിനെ പറ്റിയിട്ടാണ് ഓർക്കേണ്ടത്. അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിസ്കരിച്ചോളി എന്നാ പറഞ്ഞത്. അപ്പൊ ആ ഖുശൂവിനെ ബാധിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇന്ന് കറണ്ട് ഇല്ല, AC ഇല്ല, ഫാന് കറങ്ങുന്നില്ല, നമുക്ക് ചെറിയൊരു അസ്വസ്ഥതയുണ്ട്. അപ്പൊ ഈ സമയത്ത് നിസ്കരിക്കുന്നതും നല്ല തണുപ്പുള്ള ഒരു സമാധാന അന്തരീക്ഷത്തിൽ നിസ്കരിക്കുന്നതും തമ്മിൽ മാറ്റമുണ്ട്. അത് നമ്മുടെ ഖുശൂവിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അതാണ് ആ ഹദീസിൽ നമുക്ക് കിട്ടുന്ന വേറൊരു പാഠം. മറ്റൊന്ന്, നരകത്തിന്റെ ചൂട് അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവന്ന് അത് ദുനിയാവിലുള്ള മനുഷ്യന്മാർ അനുഭവിക്കുന്നുണ്ട് എന്ന് ഈ ഹദീസ് നമ്മളോട് പറയുന്നു. അപ്പൊ ആ നരകത്തിന്റെ ചൂടിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുക. നരകം ഇപ്പോഴും നിലവിലുണ്ട് എന്നതിന് കൂടി ആ ഹദീസ് തെളിവാണ്. അത് അഹ്ലുസുന്നയുടെ അഖീദയാണ്. നമ്മുടെ വിശ്വാസം എന്താണ്? നരകവും സ്വർഗവും ഇപ്പോൾ നിലവിലുണ്ട്. മുഅ്തസിലിയാക്കളും ഖദരിയാക്കളും പറയുന്നത് നരകവും സ്വർഗവും ഇപ്പോൾ ഇല്ല, അത് ആഖിറത്തിൽ അള്ളാഹു സൃഷ്ടിക്കാണ് ചെയ്യാനാണ്. അത് ശരിയല്ല. ഖുർആനും അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നത് നരകവും സ്വർഗവും ഇപ്പോൾ നിലവിലുണ്ട് എന്നാണ്. അപ്പൊ നരകത്തെ പറ്റി പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞത് ഉഇദ്ദത് ലിൽ കാഫിരീൻ, കാഫിറുകളായ ആളുകൾക്ക് വേണ്ടി അത് ഒരുക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇനി അള്ളാഹു ഒരുക്കുന്നല്ല, അത് നിലവിൽ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഉഇദ്ദത് ലിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടി ആ നരകം, ആ സ്വർഗം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിലവിൽ അതൊക്കെ ഉണ്ട്. ഇപ്പൊ റമളാൻ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു ഹദീസാണ്, ഇദാ ജാഅ റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബുൻ നാർ. റമളാൻ വന്നു കഴിഞ്ഞാല് സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നു വെക്കപ്പെടുന്നു, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നു. അപ്പൊ ഇല്ലാത്തൊരു നരകത്തിന്റെ കവാടം കൊട്ടിയടക്കുക, ഇല്ലാത്തൊരു സ്വർഗത്തിന്റെ കവാടം തുറന്നു വെക്കുക, അതില്ല. അപ്പൊ നരകവും സ്വർഗവും നിലവിലുണ്ട് എന്നത് അഹ്ലുസുന്നയുടെ അഖീദയാണ്, അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. അതാണ് ഖുർആനും സുന്നത്തും നമുക്ക് പറഞ്ഞു തരുന്നത്. ഏതായാലും പ്രിയപ്പെട്ടവർ, ആ നരകത്തിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് അഭയം തേടുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഇപ്പൊ അമേരിക്കയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ നിന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ലോസ് ആഞ്ചലസും
കാലിഫോർണിയയും ഒക്കെ കാട്ടുതീക്ക് കീഴടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു എല്ലാവർക്കും മുകളിലുണ്ട്. അള്ളാഹുവിന്റെ ഒരു തീരുമാനം വന്നാൽ, അള്ളാഹുവിന്റെ ഒരു വിധി വന്നാൽ, ആ വിധിക്ക് മുമ്പിൽ, ആ തീരുമാനത്തിന്റെ മുമ്പിൽ മനുഷ്യൻ നിസ്സാരനാണ്, മനുഷ്യൻ ദുർബലനാണ്. അത് ഏത് അമേരിക്കയായാലും ചൈനയായാലും റഷ്യ ആയാലും ഇസ്രായേൽ ആയാലും ലോകത്തെ ഏത് വൻകിട രാജ്യമായാലും അള്ളാഹുവിന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ തീർന്നു. അവർക്കതിനെ തടുക്കാൻ കഴിയൂല, അവർക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അധികാരം ഉണ്ടായിട്ട് കാര്യമില്ല, സമ്പത്ത് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അള്ളാഹു എന്താണ് വിചാരിച്ചത് അതേ നടക്കുള്ളൂ. അധികാരം കൊണ്ട് ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഫിറൗന് രക്ഷപ്പെടാൻ പറ്റണമായിരുന്നു. സമ്പത്ത് കൊണ്ടും മുതലുകൊണ്ടും ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നുവെങ്കിൽ കാറൂൻ രക്ഷപ്പെടണമായിരുന്നു. അത് ഉണ്ടായിട്ടില്ല. മാലിക്കുൽ മുലൂക്കായ അൽ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിന്റെ കൈകളിലാണ് കാര്യങ്ങൾ ഉള്ളത്. അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ. തീനോട് തണുപ്പാകാൻ പറഞ്ഞാൽ തീ തണുപ്പാകും. അള്ളാഹു പറയണം, ഇബ്രാഹിമിന് തണുപ്പാകണമെന്ന് തീനോട് പറഞ്ഞു, തീ തണുപ്പായി മാറി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ കടലിനെ അള്ളാഹു രണ്ടാക്കി പിളർത്തി കൊടുക്കാൻ, ആ തിരമാലകൾ മാറുകയാണ്. അത് രണ്ട് ഭാഗങ്ങളിലേക്ക് നീങ്ങുകയാണ്. വലിയ പർവ്വതങ്ങളെ പോലെ മാറി എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. മേഘങ്ങൾ കൊണ്ട് അള്ളാഹു ബനു ഇസ്രായേലുകാർക്ക് തണലിട്ട് കൊടുത്തു. അവർക്ക് ആകാശത്ത് നിന്ന് അള്ളാഹു മന്നും സെൽവയും ഇറക്കി കൊടുത്തു. അപ്പൊ ആ അള്ളാഹുവിന്റെ ശക്തിയും അള്ളാഹുവിന്റെ കഴിവും നമുക്ക് ശരിക്കും ബോധ്യപ്പെടണം. ആ റബ്ബിന് നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് പറ്റണം. അവന്റെ വിധികളും വിലക്കുകളും അനുസരിച്ചുകൊണ്ട് നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ.